വ്യക്തിയിൽ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവ്, ഞങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം, ഞങ്ങളിൽ കൊളുത്തിയ മെഴുകുതിരി, ഞങ്ങളാകുന്ന കർത്താവ് ഈശോ മിശിഹ, ഞങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ വലിയ ജ്ഞാനം തുറക്കണമേ, ദൈവജ്ഞാനം തുറക്കണമേ. യേശുവേ, ഞങ്ങളിൽ നൽകിയിരിക്കുന്ന ദൈവനീതി തുറക്കണമേ. പരിശുദ്ധാത്മാവേ, ദൈവനീതി ഞങ്ങളിൽ തുറക്കണമേ. ഈശോയെ, ഞങ്ങളിൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ അതിശക്തമായ ഒഴുക്കുണ്ടാകണമേ. ഈ രാജ്യത്ത് ഞങ്ങൾ ഈ ഉപ്പായി മാറണമേ, പുളിപ്പായി മാറണമേ, വീര്യമുള്ള പുളിപ്പായി മാറണമേ. ഞങ്ങളുടെ കൂട്ടായ്മ ഒരു ശരീരമാണ്, ഒരാത്മാവായിട്ട്, ഒരു കുടക്കീഴിൽ ആഴത്തിലേക്ക് going back to the roots. ഞങ്ങളിലുള്ള മാമോദീസായുടെ വരപ്രസാദം പൊട്ടി ഒഴുകട്ടെ. Baptize them in the Holy Spirit. Baptize us in the Holy Spirit. Baptize us in the Holy Spirit. നമുക്കിങ്ങോട്ട് തിരിയാം. ഈശോ പറഞ്ഞു, നിനക്കൊരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് മാറാൻ പറഞ്ഞാൽ മാറുമെന്നതിൻ്റെ അർത്ഥം, വിശ്വാസം എന്നത്, വിശ്വസിക്കുക എന്നാൽ ദൈവം നമ്മളിൽ വസിച്ച് ദൈവത്തിൽ സഹവസിക്കുക എന്നാണ് അർത്ഥം. വിശ്വസിക്കുന്നവരിൽ ദൈവം വസിക്കണം. എന്നാൽ എത്രത്തോളം ഉണ്ട്? ഒരു കടുകുമണി എന്ന് പറഞ്ഞാൽ ദൈവം ഇൻഫിനിറ്റ് ആയ ദൈവത്തിൻ്റെ, അനന്തമായ ദൈവത്തിൽ നിന്നും ഒരല്പം കിട്ടിയാലും അത് അനന്തതയാണെന്നുള്ള വിശ്വാസമാണ് ഈശോയുടെയും. ഈ തിരുവോസ്തി, വലിയ ഓസ്തി കുർബാനയിൽ വാഴ്ത്തി, എന്നാൽ നമുക്ക് അതിൽ നിന്നും ഒരു ചെറിയ കഷ്ണം നുറുക്കി തരുന്നു. ആ നുറുക്കിൽ പൂർണ്ണമായും ഈശോ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നമുക്ക് യാതൊരു സംശയമില്ല. അതാണ് ഒരു കടുകുമണിയോളം. അപ്പോൾ അനന്തമായ, ഇൻഫിനിറ്റ് ആയ ദൈവത്തിൻ്റെ, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ആയ ദൈവത്തിൽ നിന്നും നമുക്ക് ഒരു കടുകുമണി കിട്ടിയാലും ആ കടുകുമണിയുടെ ഉള്ളിൽ ഇൻഫിനിറ്റ് ആയ ദൈവമുണ്ട് എന്നാണ് വിശ്വസിക്കേണ്ടത്. നമ്മളിൽ ദൈവം വസിക്കുന്നത് പൂർണ്ണ ഇൻഫിനിറ്റ് ആയിട്ടാണെന്ന് വിശ്വസിക്കണം. ആ വിശ്വാസത്തോടെ, ആ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ മലയോട് മാറാൻ പറഞ്ഞാൽ മാറും എന്ന് പറഞ്ഞാൽ നിനക്കൊന്നും അസാധ്യമല്ല, ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നാണ് നമ്മൾ ആദ്യ ഭാഗങ്ങളിൽ കേട്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ പറയുകയാണ്, നിനക്കൊരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിനക്കൊന്നും അസാധ്യമല്ല. നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ യു. ആ ബോധ്യത്തോടെ നമ്മളിലുള്ള വിശ്വാസത്തിൻ്റെ വിശ്വാസം വർദ്ധിക്കുന്നതിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഹല്ലേലൂയ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളിൽ അങ്ങ് നിറഞ്ഞു നിൽക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. Praise the Lord. വിശ്വസിക്കുന്നവർക്ക്, ഈശോ പറഞ്ഞു, വിശ്വസിക്കുന്നവർക്ക് ഒരടയാളമുണ്ട്. അവർ എൻ്റെ നാമത്തിൽ രോഗികളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ രോഗം മാറും. വിശ്വാസിയുടെ അടയാളം. ഇപ്പം ഞാൻ നിങ്ങളിൽ ആ വരം അഭിഷേകമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഒരാളെ സൗഖ്യപ്പെടുത്താൻ പോവുകയാണ്. നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾ കഠിനമായ വേദന, ഒരുപക്ഷെ നടുവേദന, കഠിനമായ നടുവേദനയുള്ള ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ വരിക. ഒരാൾ വരിക, നടുവേദനയുള്ള ഒരാൾ. വരൂ, അദ്ദേഹം വന്നോട്ടെ. ഇവിടെ നിൽക്കും. എന്താ പേര്? മിനി. ഇപ്പോൾ നടുവേദന ഉണ്ടോ? ആഹാ, ഓക്കെ. എന്നാൽ ഇവിടെ നിൽക്കൂട്ടോ, പ്രാർത്ഥിക്കാം. ഇപ്പം നടുവേദന ഉള്ള ഒരാൾ നിൽപ്പട്ടെ. ഓക്കെ, മിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മിനി വിശ്വസിച്ചുകൊണ്ട് വന്നതിൻ്റെ പേരിൽ
നടുവേദന ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. മേലെ പൂർണ്ണമായി അനുഗ്രഹിക്കണേ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എന്താ പേര്? വിൻസെന്റ് ജേക്കബ്. വിൻസെന്റ് ജേക്കബ്. പിന്നെ എവിടെയാ നടുവേദന? ഇവിടെ. ഇപ്പൊ വേദനയുണ്ട്? ഇപ്പൊ ഉണ്ട്. ഓക്കെ. ഇപ്പോ കർത്താവ് ഇത് സുഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. ഇതാണ് വിശ്വാസത്തിന്റെ ഒരു തലം. സാധാരണഗതിയിൽ ഇവിടെ പലർക്കും നടുവേദനയുണ്ട്, പക്ഷെ നമുക്കിങ്ങനെ തോന്നണില്ല. നമുക്ക് തോന്നണം, അയ്യോ ഞാൻ പോയാൽ ശരിയാവോ, ആയില്ലെങ്കിൽ ചമ്മി പോരേണ്ടി വരൂലേ, ഇങ്ങനെ ഒരു ചിന്തയാണ്. അത് വിശ്വാസത്തിൻ്റെ ഒരവസ്ഥയാണ്. അപ്പം ചിലർക്ക് നമ്മളിൽ ആ വിശ്വാസം ഉണ്ട് എന്നതിൻ്റെ അടയാളമാണ് ഈശോ പറയുന്നത്. രണ്ട് തരത്തിലുള്ള അടയാളമാണ്. അപ്പോൾ വിശ്വാസികൾക്ക് ഒരു അടയാളമുണ്ട്. ഒന്ന്, ഇയാൾക്കൊരു അടയാളം, ഇയാൾ വിശ്വസിക്കുന്നു, ഇദ്ദേഹം വിശ്വസിക്കുന്നു, ഇവിടെ വന്നാൽ കർത്താവ് സുഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. സാധാരണഗതിയിൽ അവിടെ നിന്ന് നടക്കുമ്പോൾ തന്നെ ഈ വേദന കുറയാൻ തുടങ്ങും. ഇനി നിങ്ങളിൽ എത്ര പേര് വിശ്വസിക്കുന്നു ഇപ്പോൾ ഇദ്ദേഹത്തിനെ കർത്താവ് സുഖപ്പെടുത്തുമെന്ന്? എത്ര പേര് വിശ്വസിക്കുന്നു? ആ കരങ്ങൾ ഉയർന്നു നിൽക്കട്ടെ. ഇപ്പൊ നിങ്ങൾ ആ ഉയർന്ന കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ വിശ്വാസം നിങ്ങളിലേക്ക് അങ്ങ് ഒഴുകാൻ പോവുകയാണ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, ഈശോയെ നന്ദി. ഈ മകന്റെ ഈ നടുവേദന ഇപ്പോൾ സൗഖ്യപ്പെടുത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ രക്തധമനികൾ, മാംസപേശികളെല്ലാം പൂർണ്ണമായി സൗഖ്യപ്പെടട്ടെ. In the name of Jesus, all blood vessels, tissues, bones and muscles come back to normal healthy condition. യേശുവിന്റെ നാമത്തിൽ രക്തധമനികൾ, മാംസപേശികളെല്ലാം പൂർണ്ണ സൗഖ്യമാകട്ടെ. In the name of Jesus, all blood vessels, tissues, bones and muscles come back to normal healthy condition and be healed. ഈ സമയത്ത് ഈ അഭിഷേകം എല്ലാവരിലേക്കും ഒഴുകട്ടെ. ഈ രോഗശാന്തിയുടെ അഭിഷേകം ഇവിടെയുള്ള എല്ലാവരിലേക്കും ഒഴുകട്ടെ, എല്ലാവരിലേക്കും ഒഴുകട്ടെ. എല്ലാവരിലേക്കും അഭിഷേകം ഒഴുകട്ടെ. എല്ലാവരും വിശ്വാസത്തിന്റെ believe Lord. കർത്താവേ നന്ദി, നന്ദി, നന്ദി. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയുണ്ട് ഇപ്പോ? ഒന്ന് കുനിഞ്ഞു നോക്കിയേ. ഒന്ന് അല്ലാണ്ടല്ലേ മനസ്സിലാവുണ്ടല്ലേ പൂർണ്ണമായിട്ട്? എന്തുണ്ടായത് പ്രാർത്ഥിക്കണ സമയത്ത്? എന്തുണ്ടായേ? പുറകുവശത്തല്ലേ ഒരു തണുപ്പ് പോലെ ഇങ്ങനെ വന്നു. ആരോ സ്പർശിക്കുന്ന മാതിരി തോന്നി, ഒരു ശക്തി നമ്മളിലേക്ക് ഒഴുകുന്ന മാതിരി തോന്നി. കംപ്ലീറ്റ് ഒരു പുതിയ സൃഷ്ടിയാകുന്ന, പച്ചവെള്ളം വീഞ്ഞാകുന്ന പോലെയുള്ള ഒരു അനുഭവം ഇല്ലേ? അങ്ങനെയൊക്കെ. അതിന്റെ കൂട്ടത്തില് എന്നിലുള്ള അഹങ്കാര ചിന്തയും പരിചയ മനോഭാവം വിട്ടുപോകാൻ വേണ്ടി അതോടുകൂടി അപ്പൊ ഇതെല്ലാം അടയാളം എന്ന് പറഞ്ഞ അതാണ്. കൈ അടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പൊ ഇത് താങ്ക് യു മെനി പോയിക്കോ. അപ്പൊ നമ്മൾ ഈ പ്രാർത്ഥിക്കണതിന്റെ ഉദ്ദേശം വാസ്തവത്തിൽ രോഗം മാറാൻ വേണ്ടി അല്ല. പക്ഷേ നെയ്യപ്പം തിന്ന രണ്ട് ഗുണമെന്ന് പറഞ്ഞ മാതിരി നമ്മൾ ഒരു പുതിയ സൃഷ്ടിയാകാനും നമ്മളിൽ വിശ്വാസത്തിൻ്റെ അടയാളമാകുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ ആ പുതിയ സൃഷ്ടിയാകുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ആ വ്യക്തിയിൽ പഴയതെല്ലാം മാറി ആ വ്യക്തിയിൽ ഈശോയുടെ വ്യക്തമായൊരു അനുഭവം കിട്ടുന്നത്. ഈ രോഗശാന്തി പ്രാർത്ഥനയൊക്കെ നടക്കുന്നത് രോഗികളെ സുഖപ്പെടുത്തുക മാത്രമല്ല, ഈശോ എല്ലായിടത്തും പറഞ്ഞിരുന്നത് നിന്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തി. ഇപ്പൊ നമുക്ക് മുട്ടുകുത്തി ആശീർവാദത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. സ്വർഗ്ഗത്തിൽ
പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ദൈവത്തെ വാഴ്ത്തിടുവിൻ ദൈവനാമം വാഴ്ത്തിടുവിൻ കൈയടിച്ച് പണം വാഴ്ത്തിടുവിൻ ദൈവത്തെ സമയത്ത് ഈശോയ്ക്ക് നന്ദി പറയുകയും നമ്മൾ ഇരിക്കാം എല്ലാവരും. നമ്മൾ ഈ ധ്യാനത്തിൽ കിട്ടിയ പുതിയ ഉൾക്കാഴ്ചകൾ നിങ്ങൾ ഈ ഒരു ദിവസം കൊണ്ട് എന്ത് നേടി എന്ന് ചുരുങ്ങിയ വാക്കുകളിൽ 3-4 പേരൊന്ന് പങ്കുവെച്ച് കർത്താവിന് നന്ദി അർപ്പിക്കുമ്പോഴാണ് ഒരു സന്തോഷം ഉണ്ടാകുന്നത്. എല്ലാവർക്കും ഈശോയ്ക്കും. ഈശോ പറഞ്ഞില്ലേ 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയിട്ട് ഒരാൾ വന്ന് നന്ദി പറഞ്ഞോളൂ എന്ന്. നിങ്ങളപ്പോൾ എല്ലാവർക്കും നന്ദി ഉണ്ടെങ്കിലും 2-3 പേര് വന്ന് നന്ദി പറഞ്ഞ് ഈ വരും. എന്താണ് നമുക്ക് ഇന്ന് കിട്ടിയത്? എനിക്ക് വിറ്റാമിൻ ഡിയുടെ കുറവെന്നും പറഞ്ഞിട്ട് ഭയങ്കര വേദനയായിരുന്നു. 1/2 മണിക്കൂർ പോലും കസേരയിലിരിക്കാൻ പറ്റില്ല, അപ്പോഴേക്കും എഴുന്നേൽക്കണം. ഇപ്പോൾ ഈ 3-3.5 മണിക്കൂർ ഇരുന്നിട്ടും എനിക്ക് തണ്ടിന് വേദന ഉണ്ടായില്ല, കയ്യിലെ വേദനയും ഉണ്ടായില്ല. അതിന് ഞാൻ ദൈവത്തിന് 100,000 ലക്ഷം കോടി നന്ദി പറയുന്നു. നന്ദി പറയാം. ഇനി വരിക
പ്രധാനമായിട്ട് ഇതിൽ കിട്ടിയ ബോധ്യങ്ങൾ പങ്കുവെക്കാമെന്നും കൂടിയുള്ളതാണ്. നിങ്ങൾക്ക് കിട്ടിയ ഉൾക്കാഴ്ചകൾ പറയാം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ശരിക്കും ബ്രദറിൻ്റെ ആലയനിലെ 3 ദിവസത്തെ ധ്യാനം ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. അവിടെ ഒത്തിരി ബോധ്യങ്ങൾ എനിക്ക് കിട്ടി. പക്ഷേ അവിടെ പറയാൻ അവസരം കിട്ടിയില്ല. പക്ഷെ അത് കുറച്ചും കൂടെ എനിക്ക് ആഴമായിട്ടുള്ള ഒരു ബോധ്യം ഇന്ന് കിട്ടിയത് ഈശോയുടെ കരുണയെക്കുറിച്ചാണ്. ഇത്ര നാളും ബ്രദർ പറഞ്ഞ പോലെ ഞാൻ മക്കളോടൊക്കെ പറയായിരുന്നു, പാപം ചെയ്യല്, പാപം ചെയ്താൽ ഈശോ ശിക്ഷിക്കും, അല്ലെങ്കിൽ ഈശോ വേദനിക്കും എന്നൊക്കെ പറഞ്ഞാലും ഇന്നെനിക്ക് ശരിക്കും ബോധ്യമായി. ശരിക്കും ആ ഈശോയുടെ കരുണയുള്ള സ്നേഹം എനിക്ക് ഒത്തിരി അനുഭവിക്കാൻ സാധിച്ചു. ഈശോ എന്താണ് ഒരു ഹ്യൂമൻ നേച്ചറാണത്. പക്ഷെ എന്നാലും ഈശോ ഒത്തിരി കരുണയോടെ നമ്മളെ കാണുന്നു എന്നുള്ള ആ ഒരു വലിയ ബോധ്യം, കർത്താവിൻ്റെ ഒരു പ്രത്യേക സ്നേഹം അനുഭവിക്കാൻ ഇന്നെനിക്ക് സാധിച്ചതിന് ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. ശരിക്ക് കൈയടിക്കാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ 1.5 ആയപ്പോഴാണ് ഇവിടെ വന്നതെങ്കിലും എനിക്ക് ആവശ്യത്തിനുള്ളത് ദൈവം തന്നിട്ടാണ് എന്നെ ഇവിടെ ഒരുക്കിയെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വന്നപ്പോഴേ തന്നെ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചും പരിസരൻ്റെ നീതിയും ഔസപിതാവിൻ്റെ നീതിയെക്കുറിച്ചും ഉള്ള ആ ടോക്ക്, അത് ദൈവം നമുക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എനിക്ക് വേണ്ടിയിട്ട് തന്ന ഒരു പ്രത്യേകം, കാരണം നമ്മൾ മറ്റുള്ളവരെ കാണുന്ന കുറ്റം മാത്രം കാണുന്ന ആ ഒരു പരിസരൻ്റെ മനോഭാവം മാറി മറ്റുള്ളവരെ അവിടെ ആയിരിക്കുന്ന അവസ്ഥയെ സ്നേഹിക്കണം എന്നുള്ള ദൈവത്തിൻ്റെ വലിയ അനുഭവത്തിലേക്ക് വരാനും അത് ഉള്ളിൽ നിറഞ്ഞ് സ്വീകരിക്കാനും ദൈവം തന്ന അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. നമ്മുടെ ഈ ടോക്കുകളൊക്കെ നാളെ ഇന്ന് വൈകുന്നേരവും നാളെ ആകുമ്പോഴേക്കും യൂട്യൂബിൽ ഉണ്ടാകും. നിങ്ങളിത് യൂട്യൂബിൽ കാണാം. ഞാൻ ഈയിടെയായിട്ട് കുറച്ച് കൂടുതൽ പേഴ്സണൽ പ്രെയറിന് വേണ്ടി ഞാൻ സമയം കണ്ടെത്തുമായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയൊരു വചനമാണ്, നിങ്ങളവിടുത്തെ രാജ്യമോട്ട് നീതി അന്വേഷിക്കുവാൻ ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ എന്ന് പറഞ്ഞ പോലെ ഉന്നതങ്ങളിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്, ലോകത്തിൻ്റെ കാര്യങ്ങളല്ല. അപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ, ഗ്രൂപ്പിലുള്ള ഉത്തരവാദിത്തങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി ടെൻഷനായിരുന്നു എപ്പോഴും. അപ്പോൾ ദൈവത്തിൻ്റെ രാജ്യനീതി അന്വേഷിച്ചാൽ മാത്രം മതി, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുന്നുള്ളതിനെ പറ്റി ഞാൻ കൂടുതൽ എനിക്ക് കിട്ടുന്നില്ല എന്താന്നുള്ളത്. പക്ഷേ ഇന്നത്തെ ഈ ഒരു ഇതിൽ ദൈവനീതി എന്താന്നുള്ളത് ശരിക്കും എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അതായത് നമ്മുടെ ഗ്രൂപ്പിലുള്ളവരോടും നമ്മുടെ കുടുംബത്തിലുള്ളവരോടും സ്നേഹവും ആ ക്ഷമയും അതെല്ലാം മാത്രം കാണിച്ചാൽ മാത്രം മതി, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും, ബാക്കി എല്ലാ ഉത്തരവാദിത്തങ്ങളും കർത്താവ് നോക്കിക്കൊള്ളുന്നുള്ള ആ വലിയൊരു ബോധ്യം എനിക്ക് കിട്ടാൻ സാധിച്ചു. ദൈവത്തിന് നന്ദി. അടുത്ത ആൾ വരാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഒരു വലിയ ബോധ്യമായിരുന്നു ഫരിസയ മനോഭാവം നീങ്ങിപ്പോകണം, അല്ലെങ്കിൽ ആ ഒരു വലിയ അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് പങ്കുവയ്ക്കുവാനുള്ളത്, ഞാനിവിടെ വന്നപ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ അലട്ടിക്കൊണ്ടിരുന്ന ചിന്തയായിരുന്നു, ഈ റെക്കോർഡിംഗ് ഒക്കെ എന്തിനാ? അപ്പോൾ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് പോകുന്നതിന് മുൻപ് എനിക്ക് ഉത്തരം തരണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇപ്പോൾ ബ്രദർ പറയുണ്ടായിരുന്നു, ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ഒത്തിരി പേര് അത് പ്രയോജനപ്പെടുത്താനാണ് എന്നുള്ളൊരു വലിയ ബോധ്യം എന്ന് പറയുമ്പോൾ കർത്താവ് എന്നോട് വ്യക്തമായിട്ട് എൻ്റെ ആവശ്യം അറിഞ്ഞാണ് നേരത്തെ ബ്രദർ ഇതിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. യൂട്യൂബിൽ തോമസ് പോൾ കൊടിയൻ എന്ന് അടിക്കണം. കൊടിയൻ ഓർത്തിരിക്കാൻ എളുപ്പം കുടിയൻ ഓർത്താൽ മതി. പക്ഷേ KODIYAN കൊടിയൻ, തോമസ് പോൾ കൊടിയൻ എന്ന് യൂട്യൂബിൽ അടിച്ചിട്ട് കുറേ വീഡിയോ, 5000-ൽ പരം വീഡിയോകളുണ്ട്. പക്ഷേ ഉടനെ അതിനകത്തൊരു വീഡിയോയിലും പോകരുത്. അതിൻ്റെ ടോപ്പിൽ സബ്സ്ക്രൈബ് ചാനൽ എന്നുണ്ട്. അത് സബ്സ്ക്രൈബ് ചെയ്യുകയോ ആ ചാനലിൽ പോകണം. ചാനലിൽ പോയി കഴിഞ്ഞിട്ട് അപ്പോൾ വീണ്ടും കുറേ വീഡിയോസ് വരും, അവിടെയും പോകരുത്. പ്ലേലിസ്റ്റിൽ പോകണം. പ്ലേലിസ്റ്റ് അടിക്കുമ്പോൾ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ധ്യാനങ്ങളും നിരനിരയായിട്ട് കാണാം. ഇപ്പോൾ അലയൻസിൽ നടത്തിയ ധ്യാനത്തിന് 69 വീഡിയോസ് ഇങ്ങനെ വരും. അതിൽ നിങ്ങൾ സെലക്ട് ചെയ്യാം, ഇത് സെലക്ട് ചെയ്യാം. അപ്പോൾ അതിലൊന്ന് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അത് കംപ്ലീറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ വീഡിയോയിൽ നിന്ന് അതിൻ്റെ അടുത്ത വീഡിയോ 1, 2 എന്ന് കറക്റ്റ് ഓർഡറിൽ കാണാൻ പറ്റും. അങ്ങനെ കാണണം.
അങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ 9 ദിവസത്തെ, ഇതിപ്പോൾ ഒരു ദിവസമാണ് നമ്മൾ പറഞ്ഞോളൂ. ഇങ്ങനെ 9 ദിവസം കേട്ടാലത്തെ അവസ്ഥ എന്താ? അപ്പോൾ അങ്ങനത്തെ ധ്യാനങ്ങൾ അതിനകത്തുണ്ട്. ഇൻറ്റിമസി റിട്രീറ്റ്, 9 ഡേയ്സ് റിട്രീറ്റ്, പിന്നെ വരദാനാഭിഷേക ധ്യാനം, പല ധ്യാനങ്ങളുണ്ട്. ഇംഗ്ലീഷിലുണ്ട്, ഹിന്ദിയിലുണ്ട്, ജർമ്മനിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ഇനി കൂടെ കേൾക്കുമ്പോൾ എല്ലാ ദിവസവും കുറച്ച് സമയം ഇത് പഠിക്കണം. ഇത് യൂട്യൂബിൽ കാണുമ്പോഴുള്ള ഗുണം, ഇപ്പം ഞാനിത് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. നിങ്ങളത് വീണ്ടും കേട്ടിട്ട് ഒരു വചനം എടുത്ത് അത് പോസ് ചെയ്ത് ആ വചനം വായിച്ച് അതിനെക്കുറിച്ച് ചിന്തിച്ച് അതിനെക്കുറിച്ച് നോട്ട് എഴുതിയെടുത്ത് ധ്യാനിച്ച് കേൾക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് അതിനകത്ത് ഇമെയിൽ ചെയ്യാം. എൻ്റെ ഇമെയിൽ അഡ്രസ്സോ അവിടെ ഉണ്ടാവും. ഇല്ലെങ്കിൽ ktomaspol@gmail.com എന്നാണ് എൻ്റെ ഇമെയിൽ അഡ്രസ്സ്. ktomaspol@gmail.com. എൻ്റെ നാട്ടിലെ ഫോൺ നമ്പർ ഇപ്പോൾ വിളിച്ചാൽ കിട്ടില്ല. നാട്ടിലൊക്കെ ആയിരിക്കുമ്പോൾ ആർക്കെങ്കിലും സംസാരിക്കണം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 9447196033. ഇതും ഈ വീഡിയോയിൽ തന്നെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നാട്ടിലെ ഫോൺ നമ്പർ 9447196033. ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ യൂറോപ്പിലേക്കാണ് പോകുന്നത്. അവിടുത്തെ ഫോൺ നമ്പർ 0043-680-401-5800. ഇപ്പോൾ എഴുതിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ യൂട്യൂബിൽ ഇത് കേട്ട് നിങ്ങൾ നോട്ട് ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് ഈ ആത്മീയ ജീവിതത്തിൽ വളരണമെന്നുള്ളവർക്ക് ഞാൻ ചില ഡയറക്ഷൻസ് തരാം. നമ്മൾ കഴിയുന്നതും നമ്മളിലുള്ള പരിശുദ്ധാത്മാവിൽ നിന്ന് തന്നെ ഡയറക്ഷൻ സ്വീകരിക്കാൻ നല്ലത്. ഓക്കെ, ഇനി ആരെങ്കിലും പറയാനുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ സമാപിപ്പിക്കാൻ പോവുകയാണ്. അച്ഛന്മാരും അച്ഛൻ വന്ന് സമാപന സന്ദേശം നൽകി. ഇവിടെ പേഴ്സണൽ പേരൻ്റ് ഈ കടലാസ് ഉണ്ട്. ഇതെല്ലാവരും വാങ്ങുക. ഇതാണ് മറ്റൊരു സൂത്രം. ഇതെല്ലാ ദിവസവും ഇത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ വളരെ നല്ല ഒരു അനുഭവത്തിലേക്ക് നടത്തും. അതെല്ലാവരും വാങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു എനിക്കറിയില്ല. തോമസ് പോൾ ബ്രദറിനോട്, ബഹുമാനോട് വികാരി അച്ഛനോടോ, അതോ നമ്മുടെ ഈ നാട്ടിലെ FCMC മലയാളി കമ്മ്യൂണിറ്റിയോടോ, നമ്മുടെ കരിസ്മാറ്റിക് സമൂഹത്തോടോ, അതോ ഇവിടെ കൂടി വന്ന നിങ്ങളോട് എല്ലാവരോടും ആരോട് ഞാൻ നന്ദി പറയും? അതിനപ്പുറത്ത് സർവശക്തനായ ദൈവത്തിന് നന്ദി പറയണം. നന്ദി പറയാൻ ചടങ്ങ് ഞാൻ ഏറ്റെടുക്കുന്നില്ല. ബഹുമാനപ്പെട്ട വികാരിയച്ഛനെ ഏൽപ്പിക്കുന്നു. വികാരിയച്ഛൻ ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നത്. Dear Brother Thomas Paul, Father Joy, FCMC Coordinator Satish, and my dear parishness, it's always a sign of your love for God and for our own Catholic faith often brings you together. Just a moment of information enough that you are here, especially for any prayer moment. I'm really happy, and you're already able to get 20 of our Diba brethren here. They have less opportunities. They have heard this and then they are here with us this evening. I'm doubly happy about that too. They're able to call all our friends around here in the parish, and we are able to find this time. Binu in a special way who has organized this program. He got our permission and got this place ready. And though in a working day you are able to spend time with the Lord, that is really surprising, and I do appreciate your prayer life. My only prayer wish is that this must be transferred into life. And suppose Brother Thomas Paul has spoken this, all our prayer, unless it comes into life situations, gives us a better faith and a life that is worth living. Whichever part of the world we are, it is useless. We all know about it. Purpose of all our prayer, adoration, mass, everything is that we may live united with the Lord and live a happy life in the families, in the parish, and wherever we are called to express our faith.
That's my prayer and wish. Sincere word of thanks to brother who has been willing to come over here. It was really fortunate that we got him here. That's what our friends told me that. He was a busy person going around it, heeding to our requests, and he is here with us this day. And we are grateful to him. We are sure of our prayers and support for his mission. The Lord has entrusted to him preach the word of God. Thank you very much, and God bless you. Thank you, Father. Thank you very much. നമുക്ക് പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ഇതൊക്കെ അനുവദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കിതൊക്കെ സാധ്യമാകുന്നത്. ഇങ്ങനെ അച്ഛനിപ്പോൾ പറഞ്ഞത് ജീവിതത്തിൽ ഇതൊക്കെ പകർത്തണമെന്നാണ്. നമുക്കിപ്പോൾ കിട്ടിയ അറിവും അനുഗ്രഹവും കൃപയും ജീവിതത്തിൽ പകർത്തണം. പ്രാർത്ഥന മാത്രം പോലെ എന്നാണ്. പ്രാർത്ഥനയും ജീവിതവും ഒന്നാകണം. നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ ജീവിതമാണ് നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതം. അങ്ങനെ ജീവിതത്തെ പകർത്തി ഈ വികാരിയുടെ നമ്മുടെ ഇടയനായ വികാരിയച്ഛൻ്റെ കീഴിൽ നമുക്ക് അങ്ങനെ ജീവിക്കാനുള്ള വലിയ അനുഗ്രഹവും വലിയ അവസരവുമുണ്ട്. ഈ വലിയ നല്ല അവസരത്തിൽ നമ്മുടെ വികാരിയച്ഛൻ്റെ സ്നേഹത്തിനും ഈ വലിയ കരുണയ്ക്കും നമുക്ക് വികാരിയച്ഛന് നന്ദി പറഞ്ഞ അച്ഛൻ നമുക്ക് ഒന്ന് എല്ലാവരും കൈയടിച്ച് ആദ്യം നന്ദി. ഇന്ന് പരിശുദ്ധാത്മാവിലൂടെ യേശു ക്രിസ്തുവിലേക്ക് നമ്മളെയൊക്കെ നയിച്ച് നമ്മളെയൊക്കെയാണ് ജീവിക്കുന്ന മറ്റൊരു ക്രിസ്തു എന്ന ബോധ്യത്തിലേക്ക് നയിച്ച ബഹുമാനപ്പെട്ട തോമസ് പോൾ ബ്രദറിനും നല്ലൊരു ആത്മാർത്ഥമായ ഒരു നല്ല കയ്യടി വെക്കണം. അപ്പോൾ നിങ്ങൾ ദൈവപുത്രന്മാരും ദൈവപുത്രിമാരുമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എല്ലാവർക്കും വേണ്ടി പരസ്പരം ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. ഇനി ഇത് കഴിയുമ്പോൾ ഒരു സ്നേഹവിരുന്നുണ്ട്. ആ സ്നേഹവിരുന്ന് കഴിച്ചിട്ടേ പോകാവൂ. പോണ വഴിക്ക് ആരും ബോധം കെട്ട് വീഴരുത്. ഉപവാസ പ്രാർത്ഥനയായിരുന്നു. ഹൗ യു ഫീൽ ലെറ്റ് ഗോ. ഒരു പ്രത്യേക താങ്ക് യു പറയാതിരിക്കാൻ പറ്റില്ല. ഈ ആഹാരം ഇവിടെ കൊടുക്കാനായിട്ട് സംഭാവന ചെയ്ത, പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ അവരോട് നന്ദി പറയുകയും ചെയ്യുന്നു. ഇന്നത്തെ ഈ സമ്മേളനം ഒരുക്കിയ കരിസ്മാറ്റിക് ഗ്രൂപ്പിനോടും പ്രത്യേകിച്ച് എല്ലാ പ്രോത്സാഹനവും തന്ന് നമ്മളെ അകമഴിഞ്ഞ് സഹകരിച്ച് നമ്മളെ സഹായിച്ച FCMC കോർഡിനേറ്റർക്കും ശേഷം എല്ലാ ലീഡേഴ്സിനും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞാൻ പ്രത്യേകം നന്ദി പറയും. ഒരിക്കൽ കൂടി വികാരിയച്ഛനും ജോയി അച്ഛനും ഓർഗനൈസേഴ്സും നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് ഈ ജോലി തിരക്കുണ്ടായിരിക്കെ നിങ്ങളിവിടെ വരാൻ സാധിച്ചത് വളരെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എൻ്റെ ഹൃദയത്തിൽ ഇപ്പോൾ ഉള്ളത്. ഇത്രയും സമയം ഇങ്ങനെ ഈ വചനം പറയാനും കേൾക്കാനും കർത്താവ് അവസരം തന്നതിനും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇത് ഒരു തുടക്കമായിട്ടുള്ളൂ. ഇത് നിങ്ങൾ തുടരണം. വ്യക്തിപരമായ പ്രാർത്ഥന, പ്രത്യേകിച്ച് വെളുപ്പിന് എഴുന്നേറ്റ് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഇതിൻ്റെ ഒരു രഹസ്യം. ഇതൊക്കെ വെളിവായിട്ട് കിട്ടാൻ ജ്ഞാനത്തിൻ്റെ പുസ്തകം അധ്യായം 6:14 പറയുന്നത്, പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവർക്ക് പ്രയാസം കൂടാതെ കിട്ടാം, അവൾ വാതിക്കൽ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ട ഒരു വ്യത്യാസം ഇതാണ്. ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ജ്ഞാനം നിങ്ങളിൽ ഓൾറെഡി ഉണ്ട്. അത് ഉപയോഗിച്ച് നമ്മൾ ഒരു തീരുമാനങ്ങളും ആ ജ്ഞാനമില്ലാതെ എടുക്കാതെ, ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാം പൈസ സമ്പാദിക്കണം, പക്ഷേ സമ്പാദിച്ച പൈസ ജ്ഞാനപൂർവ്വം ഉപയോഗിച്ചില്ലെങ്കിൽ അതൊരു ദൂഷ്യമായിട്ട് മാറും. അതാണ് ഇന്ന് ഒരുപാട് പേരുടെ പ്രശ്നം. മറ്റൊന്ന്, നമ്മളുടെ എല്ലാ ജീവിത സാഹചര്യത്തിലും ഈ ജ്ഞാനം നമ്മളെ വഴി നടത്തുമ്പോഴാണ് നമ്മൾ ജ്ഞാനസ്നാനത്തിൻ്റെ ആ യഥാർത്ഥ അനുഭവം ഉണ്ടാകുന്നത്. പ്രൈസ് ദ ലോർഡ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. പാട്ട് പാടിയ പാട്ടുകാർക്ക് നന്ദി. ഒരു അവസാനമായിട്ടൊരു പാട്ട് പാടി അങ്ങ് മാർച്ച് ഔട്ട് ചെയ്യാം. ദേ വിൽ സിംഗ് എ ഫൈനൽ സോങ്. ജീവജലത്തിൻ്റെ അരുവി തന്നെ പാടാൻ അറിയാവുന്നിടത്തോളം പരിശുദ്ധാത്മാവ് നമ്മിൽ തന്നെ വസിക്കുന്നു എന്നുള്ള ആശയം വെച്ചുകൊണ്ട് ആത്മാവെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്റ്റാൻസ പാടിക്കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഈ പാട്ട് പാടാനായിട്ട് നമ്മളെ സഹായിച്ച ക്രിപ്സ് ബ്രദർ ഇന്ന് അവൈലബിൾ ആയിരുന്നില്ല. ആരോ നാട്ടിൽ നിന്ന് എന്തെങ്കിലും വേണ്ടി വന്നിട്ടുണ്ട്.
അത് അവരെ അവിടെ ഇരുത്തിയിട്ട് ഇവിടെ നമ്മളോടൊപ്പം വന്ന് ചെലവഴിച്ചതാണ്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ എല്ലാ ത്യാഗവും ഏറ്റെടുക്കുന്ന ക്രിസ്ത്യൻ എല്ലാവരുടെയും നാമത്തിൽ ഞാൻ പ്രത്യേകം നന്ദി പറയും. ഞാൻ ഹിന്ദിയിൽ ഒരു പ്രൈസിങ് നടത്തുന്ന എങ്ങനെയാണെന്നറിയാമോ? ഹിന്ദിയിൽ ജയ് വിളിക്കാൻ അറിയാമോ? ജയ് വിളിക്കണം വളരെ ശക്തമായി ഉച്ചസ്വരത്തിൽ. ബോലോ പ്രഭു യേശു ക്രിസ്തു കീ. Don't be surprised. This is you know you are an Indian. Tamil, but this is Hindi. हमारा राष्ट्रभाषा है. ഉച്ച പോരാ, ഇതൊന്നും പോരാ. ഈ ഭൂമി കുലുങ്ങണം. ബോലോ പ്രഭു യേശു ക്രിസ്തു കീ. Thank you. That's enough. That is the end. Okay? ഇനി ഭക്ഷണം കഴിക്കാം. Thank you, Father.